എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സൈഡ് ഡിഷാണ്. റൈസിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ഇതേ ഒരു രീതിയിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ വീട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് ഇട്ടെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കായപ്പൊടി ചേർക്കാനായിട്ട്. ഇത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പച്ചമാങ്ങ എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ആ പൊടികളുടെ സ്മെല്ലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തതാണ്. 50 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തതാണ്. അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര പാനി ഒഴിച്ചെടുക്കുമ്പോൾ മാങ്ങ പകുതി വെന്തിട്ടുണ്ടാവണം. പകുതി വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ശർക്കര പാനി ഒഴിച്ചെടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അധികം വെന്ത് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ സൈഡ് ഡിഷാണ്. ചപ്പാത്തിയുടെയും റൈസിൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്